കുമാരസ്വാമിക്കും 300 നങ്കയ്ക്കുമൊപ്പം നവരാത്രിയുടെ യാത്രാവഴിയിലൂടെ നടന്നെത്തിയ മനസ്സിന് പത്മനാഭപുരത്തെ ഇടനാഴിയിലൂടെ നീങ്ങുമ്പോൾ വഴിതെറ്റുകയാണ് ചരിത്രത്തിൻ്റെ കാണാവഴികളിലേക്ക്. എങ്കിലും തിരിച്ചെത്താതിരിക്കാനാവില്ല. കാഴ്ചകളുമായി മുന്നിൽ നിൽക്കുന്നത് നവരാത്രി മണ്ഡപമാണ്. സരസ്വതി ദേവിയും കുമാരസ്വാമിയും 300 നങ്കയും അനന്തപുരിയിലേക്ക് പോകുന്നത് ഏത് ആഘോഷങ്ങൾക്ക് വേണ്ടിയാണോ അത് നടന്നിരുന്നത് പണ്ട് ഇവിടെയാണ്. പണ്ട് കാലത്ത് എങ്ങനെയാ വെച്ചാൽ രാജാവ് എവിടെയാണോ അവിടെയാണ് ഈ നവരാത്രി ഉത്സവം നടക്കുന്നത്. ഇപ്പോൾ രാജാവ് ട്രിവാൻഡ്രത്താണെങ്കിൽ ഇവിടെ വെച്ച് നടക്കും, രാജാവ് ആറ്റിങ്ങിലാണെങ്കിൽ ആറ്റിങ്ങിൽ വെച്ച് നടക്കും. പണ്ട് പല പ്രാവശ്യവും ധർമ്മരാജാവിൻ്റെ കാലത്ത് മാവേലിക്കരയായിരുന്നു അദ്ദേഹം. അപ്പോൾ ഇതെല്ലാം കൂടെ അവിടെ പോകും. പിന്നെ ഇവിടെ 9 ദിവസം ഇവിടെ വെച്ച് തേവാരക്കെട്ടി വെച്ച് പൂജ നടക്കും. ഇവിടുത്തെ തരണല്ലൂരാണ് ചെയ്യുന്നത്. സാധാരണ 3 ഗ്രന്ഥവും 5 വാളുകളും പ്രത്യേകം പേരുണ്ട് ആ വാളുകൾക്കൊക്കെ. ഈ 5 വെച്ചിട്ടാണ് പൂജ നടത്തുന്നത് 9 ദിവസത്തേക്ക്. പിന്നെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്താ വെച്ചാൽ പത്മനാഭപുരത്താണ് ശരിക്കുള്ള നാടകശാലയും ദേവാലയമൊക്കെ ഉണ്ടായിരുന്നത്. അത് 1814 ആണ്ട്, അതായത് 1838 വരെ അവിടെ വെച്ച് നടത്തിക്കൊണ്ടിരുന്നു. 1839 തൊട്ട് സ്വാതന്ത്ര്യ മഹാരാജാവ് പെർമനൻ്റായിട്ട് ഈ നവരാത്രി നടത്താൻ ഏർപ്പാടാക്കി. അന്ന് തൊട്ട് ഇപ്പോൾ ഈ 2007 വരെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഏർപ്പാടിലാണ് ഇവിടെ ഡേ ടൈമിൽ ഒരുപാട് പകൽ സമയത്ത് വലിയ വലിയ പണ്ഡിത സദസ്സുമൊക്കെ ഉണ്ടായിരുന്നു. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് പാട്ട് കച്ചേരി, രാത്രി നൃത്തം, ഇങ്ങനെ 3 കമ്പോണൻസ് നടന്നുകൊണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാം ചുരുങ്ങിയ കൂട്ടത്തിൽ പകൽ സമയത്തെ പാണ്ഡിത്യത്തിനൊക്കെ നഷ്ടപ്പെട്ടു പോയി. പിന്നെ വൈകുന്നേരത്തെ പാട്ട് കച്ചേരി അടക്കം സാധാരണ 7-ാം ദിവസം മാത്രം ഒരു ദിവസം നൃത്തം ഉണ്ടാവും. വാഗ്ഗേയകാരന്മാരും വലിയ നട്ടുവന്മാരും കവികളും മഹാപണ്ഡിതന്മാരും ചരിത്രമെഴുതിയ മണ്ഡപം. പക്ഷേ ഈ സുവർണകാലം പത്മനാഭപുരത്തു നിന്നും ആസ്ഥാനം അനന്തപുരിയിലേക്ക് മാറിയതിലൂടെ അവസാനിച്ചു. എല്ലാം നഷ്ടപ്പെട്ടുവെങ്കിലും ഒരു സമാശ്വാസം എന്ന പോലെ ഒരവകാശം പത്മനാഭപുരത്തിന് കിട്ടി. തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് പത്മനാഭപുരത്തെ പൂജാവിഗ്രഹങ്ങൾ തന്നെ വേണമെന്ന അവകാശം. തേവാരക്കെട്ടിലെ ഭഗവതി മുരുകനും 300 നങ്കയ്ക്കുമൊപ്പം അനന്തപുരിയിലേക്ക് എഴുന്നള്ളുന്നതിൻ്റെ പശ്ചാത്തലം ഇതാണ്. നവരാത്രി ഉത്സവം കൊട്ടാരത്തിൽ നടന്നിരുന്ന കാലത്ത് ഈ നൃത്തമണ്ഡപത്തിൽ തന്നെയായിരുന്നു സരസ്വതി ദേവിയുടെ പ്രതിഷ്ഠയും. കമ്പര വളരെ പ്രസിദ്ധനായിട്ടുള്ളൊരു തമിഴ് കവിയാണ്. കമ്പരാമായണം എന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും അറിയാവുന്നൊരു ഗ്രന്ഥമാണ്. അദ്ദേഹം വെച്ച് പൂജിക്കുകയും അദ്ദേഹത്തിന് പ്രചോദനം നൽകിയ ഒരു വിഗ്രഹമാണ് ഈ സരസ്വതി അമ്മൻ്റെ വിഗ്രഹം. അതിന് അവസാനകാലമായ സമയത്ത് ഈ വിഗ്രഹം ഇനി ആര് സംരക്ഷിക്കും, ആരിതിനെ ആരാധന കറക്റ്റായിട്ട് ചെയ്യുന്നൊരു വിചാരം അദ്ദേഹം മനസ്സിലുണ്ടായി. അപ്പോൾ വേനാട്ടിലെ രാജാവിന് കൊടുത്താൽ ഈ വിഗ്രഹത്തിന് യാതൊരു തകരാറും സംഭവിക്കില്ല ഒരു വിശ്വാസം തോന്നിയ കാരണം വേനാട്ടിലെ രാജാവിന് ഈ വിഗ്രഹം കൊടുക്കുക ചെയ്തത്. അങ്ങനെയാണ് തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ ഒരു വിഗ്രഹമായിട്ട് മാറിയതും. ആ രാജകുടുംബം ആരാധന അന്ന് തൊട്ട് കമ്പയുടെ കാലം 7-ാം നൂറ്റാണ്ടെന്നാണ് പറയുക. അപ്പോൾ 1200 കൊല്ലമായിട്ട് തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ ആരാധന അതിൽ ഈ ദേവിയെ വെച്ച് പൂജിക്കുകയാണ്. ജനായത്ത ഭരണം എത്തിയ ശേഷമാണ് പ്രതിഷ്ഠ തേവാരക്കെട്ടിലേക്ക് മാറ്റുന്നത്. പൊതുജനങ്ങളുടെ പ്രവേശന സൗകര്യത്തിന് വേണ്ടിയായിരുന്നു അത്. സംരക്ഷിത സ്മാരകമായ കൊട്ടാരക്കെട്ടിനകത്തു നിന്നും പൂജാവിഗ്രഹം തേവാരക്കെട്ടിലേക്ക് മാറി അവിടമൊരു ക്ഷേത്രമായി മാറിയതോടെ സ്വാഭാവികമായും അതിൻ്റെ നടത്തിപ്പ് നാട്ടുനടപ്പനുസരിച്ച് തമിഴ്നാട് ദേവസ്വത്തിൻ്റെതായി. പക്ഷേ ഒരു പൈതൃക അവകാശം പോലെ കൊട്ടാരക്കെട്ടുകളുടെ ചുമതല ഇന്നും കേരള പുരാവസ്തു വകുപ്പിൽ തന്നെ അവകാശത്തർക്കമില്ലാതെ നിലകൊള്ളുന്നു.
തമിഴകത്ത് കേരളത്തിൻ്റെ സ്വന്തമായൊരു തുരുത്താണ് പത്മനാഭപുരം കൊട്ടാരം. ഇവിടുത്തെ പോലീസും കേരളത്തിൻ്റേത്. നമ്മുടെ സ്റ്റേറ്റ് വിട്ട് തമിഴ്നാടിനകത്ത് കന്യാകുമാരി ജില്ലയ്ക്കകത്ത് ഇതുപോലെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു സംരക്ഷണ ചുമതലയുള്ള ഈ കൊട്ടാരത്ത് ഡ്യൂട്ടി ചെയ്യുമ്പോൾ മറ്റ് ഈ സംസ്ഥാനങ്ങളിലുള്ളവരും അന്യഭാഷക്കാരും അന്യരാജ്യക്കാരും ധാരാളം വരുന്ന സ്ഥലത്ത് നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവർ നല്ല രീതിയിൽ ഭാഷയെല്ലാം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. മറ്റുള്ളവർക്ക് സഹായം ചെയ്തു കൊടുക്കാനും എല്ലാം വളരെ നല്ല രീതിയിൽ ഡ്യൂട്ടി ചെയ്ത് വരും. ഘോഷയാത്രയുടെ ആരവങ്ങൾ കൊട്ടാരത്തോടടുക്കുകയാണ്. മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ ഉടവാളുമായി ഉപ്പരിക്ക മാളികയുടെ നെറുകയിൽ നിന്ന് രാജപ്രതിനിധിക്ക് പുറപ്പെടാൻ സമയമായി. പുരാവസ്തു വകുപ്പിന്റെ കൈവശത്തിലിരിക്കുന്ന ഉടവാൾ കൈമാറാൻ മന്ത്രി തന്നെ നേരിട്ട് വന്നിരിക്കുന്നു. ഉടവാളിന്റെ അകമ്പടിയുമായി സരസ്വതി ദേവി തേവാരക്കെട്ടിന് പുറത്തേക്ക്. ഇവിടെയാണ് കുമാരസ്വാമിയും മുന്നൂറ്റി നങ്കയുമായുള്ള കൂടിക്കാഴ്ച. ഇനി യാത്ര ഒരുമിച്ച്. ഉപചാരപൂർവം യാത്ര ചോദിക്കുന്നതിനായി പൂജാവിഗ്രഹങ്ങൾ കൊട്ടാരത്തിൻ്റെ ഗോപുരനടയിലേക്ക്. ഈ വരവിനെ നാടിൻ്റെ വായ്മൊഴിയിൽ കൂട്ടിയെഴുന്നള്ളിപ്പ് എന്ന് വിളിക്കും. വീണ്ടും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ദേവതകൾ യാത്രയാവുകയാണ്. തേവാരക്കെട്ടിലെ പൂജാവിഗ്രഹം തന്നെയാണ് ഇങ്ങനെ പരദേശത്തേക്ക് പുറപ്പെട്ടു പോകുന്നത്. നവരാത്രി എത്തുമ്പോൾ പത്മനാഭപുരത്ത് സരസ്വതിയുടെ വിഗ്രഹമില്ല. എഴുന്നള്ളിപ്പിനായി തിടമ്പ് കൊണ്ടുപോകുന്നതിനു പകരം വിഗ്രഹം തന്നെ ഇങ്ങനെ പുഴക്കിക്കൊണ്ടുപോകുന്നതിൻ്റെ മറുവശത്തെക്കുറിച്ച് നാട്ടിൽ ചിലരെങ്കിലും ചിന്തിച്ച് വേവലാതിപ്പെടുന്നുണ്ടാവാം. പ്രതിഷ്ഠയിലിരിക്കുന്ന വിഗ്രഹത്തിനെ എഴുന്നള്ളിച്ച് കൊണ്ടുപോവുക എന്നത് വേറെ ഒരു ക്ഷേത്രത്തിലും കാണാനാവാത്ത ഒരു പ്രതിഭാസമാണ്. ഇതുകൊണ്ട് സാധാരണ ഇവിടുത്തെ ചെറുപ്പക്കാർ പറയുന്നത്, ഞാനല്ല ചെറുപ്പക്കാർ, ഈ പൂജാ ദിനങ്ങളിൽ ഈ അക്ഷരദേവി ഇവിടെ ഇല്ലാതെ തിരുവനന്തപുരത്ത് കൊണ്ടുപോകുന്നത് കൊണ്ട് നമ്മുടെ പത്മനാഭപുരം വിദ്യാഭ്യാസ രംഗത്ത് മുന്നേറുന്നില്ല എന്നൊരു പരാതി ചെറുപ്പക്കാരുടെ ഇടയിലുണ്ട്. പ്രതാപൈശ്വര്യങ്ങൾ പത്മനാഭപുരത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് നടന്നു നീങ്ങിയതിൻ്റെ പുനരാവിഷ്കാരം. പഴയ കാലത്തിൻ്റെ മാറ്റം വന്നിട്ടില്ലാത്ത നാട്ടുവഴികളും കടന്ന് പുതിയ സ്ഥലകാലങ്ങളിലേക്കുള്ള ദീർഘയാത്ര. 3 പകലും 2 രാത്രിയും വേണം ഈ ദീർഘയാത്രയ്ക്ക്. മാറുന്ന കാലത്തിൻ്റെ ആവശ്യങ്ങൾ പഴയ യാത്രാമാർഗങ്ങൾ മാറ്റിവരച്ചിരിക്കുന്നു. എങ്കിലും വിഗ്രഹഘോഷയാത്രയുടെ സഞ്ചാര വഴിക്ക് ഇന്നും മാറ്റം വന്നിട്ടില്ല. വിസ്മൃതിയിലായ ചില ജനപദങ്ങളെ വീണ്ടും കണ്ടുമുട്ടാനാകുന്നത് ഘോഷയാത്രയോടൊപ്പം നടന്നു നീങ്ങുമ്പോഴാണ്. കേരളേശ്വരം.
കാൽനട യാത്രികർക്ക് ഊണിനും വിശ്രമത്തിനുമുള്ള ആദ്യത്തെ ഇടത്താവളമാണ് കേരളേശ്വരം. പല തലസ്ഥാനങ്ങളിലൂടെ മാറി മാറി സഞ്ചരിച്ച വേണാടിന് കേരളേശ്വരം ഒരിടത്താവളമായിരുന്നു, ഒരു താൽക്കാലിക തലസ്ഥാനം. സുബ്രഹ്മണ്യസ്വാമിയും 300 നങ്കയും വിശ്രമത്തിലിരിക്കുന്ന ശിവൻകോവിലിൽ അല്ല സരസ്വതി ദേവിക്ക് കേരളേശ്വരത്ത് വിരുന്ന്. തൊട്ടടുത്തുള്ള ഐപ്പെരുമാൾ കൃഷ്ണൻകോവിലിലാണ് ദേവിക്ക് ചാർച്ച. ക്ഷേത്രത്തിന്റെ ഊരാളരും രാജകുടുംബവും തമ്മിലുള്ള പൂർവ്വബന്ധമാണ് സരസ്വതിയെ കൃഷ്ണൻകോവിലിലേക്ക് ആനയിക്കുന്നത്. കൃഷ്ണ വിണ്ണവ എമ്പെരുമാൻ, ഇത് സരസ്വതിമാരുടെ ആദ്യത്തെ താവളമാണ്. ഇവിടെ വന്നിരുന്ന് ഇവിടെ വന്നിട്ടേ പോവുള്ളൂ കസ്റ്റമറി ആയിട്ട്. ആ കാലത്ത് രാജ സെറ്റപ്പിൽ ഉള്ളവരാണ് നമ്മളൊക്കെ, അതുകൊണ്ടാണ് ഈ ലിങ്ക് അങ്ങ് കണ്ടിന്യൂ ചെയ്യുന്നത്. കേരളേശ്വരം പോലുള്ള പഴയ ജനപദങ്ങളിലേക്ക് ഇടയ്ക്കിടെ വഴിതിരിഞ്ഞു പോകുന്നുണ്ടെങ്കിലും ഘോഷയാത്രയ്ക്ക് ഏറെയും സഞ്ചരിക്കാനുള്ളത് ദേശീയപാതയിലൂടെ ഇന്നത്തെ പ്രവാഹത്തിനൊപ്പം തന്നെയാണ്. ഒരേ വഴിയിൽ തന്നെ 2 കാലഘട്ടത്തിന്റെ ഘോഷയാത്രകൾ. അപൂർവമായി കിട്ടുന്ന ഈ കാഴ്ചകളെ തമിഴ് മക്കൾ ആരതിയും ആരവവുമായിട്ടാണ് വരവേൽക്കുന്നത്. വഴിനീളെ സ്വീകരണം. 300 നങ്കയ്ക്ക് കേരളത്തിൽ പലരും ഒരു അർത്ഥദേവതയുടെ സ്ഥാനമാണ് നൽകിയിരിക്കുന്നത്. മുരുകനും നങ്കയും തിരുവനന്തപുരത്തേക്ക് എഴുന്നള്ളുന്നതിൻ്റെ പശ്ചാത്തലം വിവരിക്കുന്ന ഒരു ഐതിഹ്യ കഥയാണ് ഇങ്ങനൊരു പ്രതിച്ഛായ 300 നങ്കയ്ക്ക് നൽകിയത്. കഥയിൽ വള്ളിയും മുരുകനുമായുള്ള വിവാഹത്തിന്റെ ഇടനിലക്കാരിയാണ് 300 നങ്ക. അളകുടയ പളക നെല്ല് അവ അമ്മയപ്പൻ തിരുക്കോവിൽ മുറയുടയ സംഗീതോ അവ കൂത്താടും മുറക്കാരി. അങ്ങിരുന്ന് കൊണ്ടുവരണം വള്ളു, അങ്ങ് പളവൂരിന്ന് കൊണ്ടുവരണം അവര് വന്ന് രാമൻ തമ്പി പപ്പൻ തമ്പില് സഹോദരിയാരും പറന്ന്. കുറവന്റെ മകളായ വള്ളിയെ മകൻ വേൽമുരുകൻ വിവാഹം ചെയ്യുന്നതിൽ ശിവപെരുമാളിന് സമ്മതമല്ല. ഈ തടസ്സം തീർക്കാൻ മുരുകന് നങ്ക ഉപദേശിച്ച ഉപായം ശ്രീപത്മനാഭനെ കണ്ട് ശുപാർശ ചെയ്യിക്കുക എന്നതാണ്. ഇതിനുവേണ്ടിയാണ് സരസ്വതി ദേവിക്ക് അകമ്പടി എന്ന പേരിൽ അനന്തപുരിയിലേക്ക് ഇരുവരും യാത്ര തിരിച്ചിരിക്കുന്നത്. പത്മനാഭ സന്നിധിയിലെത്തിയപ്പോൾ 300 നങ്കയുടെ ഭാവം മാറി. വള്ളി കുറവന്റെ മകളാണെന്ന് വെളിപ്പെടുത്തി ഏഷണി കൂട്ടുകയാണ് 300 നങ്ക ചെയ്തതെന്ന് ഐതിഹ്യ കഥ പറയുന്നു. ഈ കെട്ടുകഥയുടെ കണ്ണിലാണ് മലയാളികൾ പലരും 300 നങ്കയെ കാണുന്നത്. ഏഷണിക്കാരി എന്ന മട്ടിൽ ഒരു വിളിപ്പേരും ഇവർ 300 നങ്കയ്ക്ക് നൽകിയിരിക്കുന്നു, കുണ്ടണിമങ്ക. 300 നങ്കയ്ക്ക് ഏഷണിക്കാരിയുടെ പരിവേഷം നൽകിയ കഥയെക്കുറിച്ച് തമിഴകത്ത് കേട്ടുകേൾവിയേയില്ല. മറിച്ച് ലക്ഷ്മിക്കും സരസ്വതിക്കുമൊക്കെ ഉപരിയായ ഒരു പരാശക്തിയാണ് ശുചീന്ദ്രത്തെ 300 നങ്ക. കടുശർക്കര യോഗം കൊണ്ട് നിർമ്മിച്ച ദേവീ വിഗ്രഹം മുൻ ഉദിത്ത നങ്കയാണ് തമിഴ് മക്കൾക്ക്. ലക്ഷ്മി, സരസ്വതി, പാർവതി 3 പേരും അവരുടെ ഭർത്താക്കന്മാരായ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരെ ശിശുരൂപത്തിൽ കിടക്കുന്ന കണ്ട് അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാതെ പോയപ്പോൾ നാരദൻ്റെ ഉപദേശപ്രകാരം പ്രജ്ഞാതീർത്ഥത്തിലിരുന്ന് ആദിപരാശക്തിയെ ഉദ്ദേശിച്ച് തപസ് ചെയ്തു. തപസ്സിൻ്റെ അവസാനം ആദിപരാശക്തി മുൻ ഉദിത്ത നങ്കയായി പ്രത്യക്ഷപ്പെട്ടു. ആ കുട്ടികളെ കാണിച്ചു കൊടുത്തുവെന്നും അതുകൊണ്ട് ശുചീന്ദ്രത്ത് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ ഒരുമിച്ച് ശിവലിംഗമായി പ്രതിഷ്ഠിക്കപ്പെട്ടു എന്നുമാണ് ഐതിഹ്യം പറയുന്നത്.